ഹലോ ഫ്രണ്ട്സ്. സാധാരണ മുതിർന്ന ഒരു കുട്ടികളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോൾക്ക് അല്ലെങ്കിൽ മോനെ എന്താവാനാണ് ആഗ്രഹം എന്ന്. ഈ ഒരു ചോദ്യം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. മോഡറേഷൻ എന്ന സംഭവം ഉള്ളതുകൊണ്ട് മാത്രം 10ാം ക്ലാസ് പാസ്സായ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോൾക്ക് 10ാം ക്ലാസ് പാസ്സാവണമെന്ന് ആഗ്രഹമില്ലേ എന്നായിരുന്നു. അതിന് 10ാം ക്ലാസ് കഷ്ടി പാസ്സായി. എനിക്ക് പിന്നെ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനില്ലല്ലോ. നേരെ പോയി തേർഡ് ഗ്രൂപ്പ് എടുത്തു. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി ഞാൻ പെർഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, പി ജിക്ക് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെഡ് വിളിച്ചിട്ട് പറഞ്ഞു, ഫോൺസി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫോൺസിയാണ് ഇപ്രാവശ്യത്തെ ടോപ്പ് സ്കോറർ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു കേട്ട് കഴിഞ്ഞു. പക്ഷേ സെക്കൻഡ് ഇയറിലൊന്നും സംഭവിച്ചില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തായിരിക്കും ആ ഗ്രേറ്റ് സബ്ജക്റ്റ് എന്ന്. എല്ലാവരും കളിയാക്കി വിളിക്കുന്ന കല്യാണോളജി, ഉഴപ്പോളജി, റിയൽ നെയിം, സോഷ്യോളജി. അപ്പോൾ ഈ സോഷ്യോളജി എടുക്കാനായിട്ട് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എൻ്റെ സ്കില്ല് ഞാൻ ഒരുവിധം ഏകദേശം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയോടുകൂടി എനിക്ക് മനസ്സിലായിരുന്നു. അതായത് സോഷ്യൽ വർക്ക്, ഒരു സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് ഞാൻ അറിയുന്നത് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന്. അങ്ങനെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് എടുക്കാൻ തീരുമാനിച്ചു. അതിനാണ് സോഷ്യോളജി എടുത്തത്. അതിന് ഇവിടം വരെയുള്ള എൻ്റെ ഡിസിഷൻ വളരെ കറക്റ്റായിരുന്നു. എൻ്റെ സ്കില്ലിനനുസരിച്ച് ഞാൻ തിങ്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ സ്പെഷ്യലൈസേഷൻ വന്നപ്പോൾ ഞാൻ ചെറിയൊരു റിസർച്ച് നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അതിനാണ് കൂടുതൽ സാലറി കിട്ടുന്നതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നയം ഒന്ന് മാറ്റിപ്പിടിച്ചു. ഞാൻ എന്ത് ചെയ്തു, പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓപ്റ്റ് ചെയ്തു. വേറെ ഉണ്ടായിരുന്നു, മെഡിക്കൽ ആൻഡ് സൈക്യാട്രി ആയിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ അത് മാറ്റി പേഴ്സണൽ മാനേജ്മെൻറ്റ് ആക്കി. അങ്ങനെ പഠിച്ചിറങ്ങി ഒരു 3 മാസത്തോളം ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ചാൻസ് കിട്ടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് UAE പേഴ്സണൽ മാനേജർ എന്ന പോസ്റ്റിലേക്ക് എത്തിപ്പെടാനുള്ള തന്ത്രപ്പാടിൽ കുറേ സർട്ടിഫിക്കേഷൻസ് എടുത്തു കൂട്ടി. ഇപ്പം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HR ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആണ്, ലോകത്തിലെ നമ്പർ 1 കമ്പനികളിലായ ഒരു കമ്പനിയിൽ തന്നെയാണെന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത്. സാലറി കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ജോബ് സാറ്റിസ്ഫാക്ഷൻ 100% ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. വളരെ തുച്ഛമായി സാലറി ഡ്രോ ചെയ്തിരുന്ന കൗൺസിലർ എന്ന പോസ്റ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. ഏതോ ഒരു രാജ്യത്തിരുന്ന് കുറേ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാക്കിയെടുക്കുന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ ഒരു ചെറിയ വ്യക്തി മാത്രമേ ഞാനായിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച പൊസിഷനിലേക്ക് എനിക്ക് ഒരിക്കലും എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച 3 കാര്യങ്ങൾ. ഒന്ന്, ഒരു നല്ല കരിയർ ഉണ്ടാവാൻ വേണ്ടി നമ്മളെ ഏറ്റവും ആദ്യം കടക്കേണ്ട ഒരു കടമ്പ എന്ന് പറഞ്ഞാൽ സ്വന്തം സ്കില്ല്, കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ചാൻസേ കിട്ടുന്നില്ല. ഇപ്പോഴത്തെ ഒരു മോഡേൺ, അതായത് ഇപ്പോഴത്തെ സൊസൈറ്റി കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 പഠിക്കുക, എൻട്രൻസ് എഴുതുക, എൻട്രൻസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റ് അഥവാ എൻട്രൻസിന് കിട്ടിയില്ലെങ്കിൽ തന്നെ പൈസ കൊടുത്ത് MBBS-നോ എഞ്ചിനീയറിങ്ങിനോ ജോയിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അവർക്ക് അവരുടെ സ്കില്ലിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമേ അവിടെ ഇല്ല. ഓൾറെഡി പ്രീസെറ്റ് മൈൻഡാണ്. ഓൾറെഡി പാരൻസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നീ ഇന്നതൊക്കെ ആയി കാണാനാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കുട്ടീനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പോൾ കണ്ടു. അപ്പോൾ അവൻ്റെ അമ്മ ഡോക്ടറാണ്, അപ്പൻ MBA കഴിഞ്ഞ് വളരെ ഹൈ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവനോട് ചോദിച്ചു, ഓക്കെ ഇനി നീ എൻട്രൻസ് എഴുതി എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കുമല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, ഞാൻ എൻട്രൻസ് എഴുതുന്നില്ല. ഞാൻ എൻട്രൻസ് എഴുതാൻ പോകുന്നത് ഒരൊറ്റ കാര്യത്തിനാണ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്. ഞാൻ ചോദിച്ചു, ഓ ഇത് ആദ്യമായിട്ട് കേൾക്കണതാണല്ലോ. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എനിക്ക് ഡ്രോയിങ്ങിലും ഡിസൈനിങ്ങിലും ഒക്കെയാണ് എനിക്ക് കഴിവിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ പോകേണ്ടതെന്ന്. അങ്ങനെ തിരിച്ചറിയുന്ന കുട്ടികൾ 1 2 ഒക്കെ ഉണ്ട്, കാണുന്നുണ്ട്. ഇനി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ സാധാരണ ഞാൻ ചെയ്ത പോലെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തലുണ്ട്. ഏത് സബ്ജക്റ്റ് എടുത്താലാണ്, എന്തെടുത്താലാണ് ജോലി സാധ്യത എന്ന്. ജോലി സാധ്യത തീരുമാനിക്കുന്നത് ഒരു സബ്ജക്റ്റ് അല്ല. ഈ ജോലി കിട്ടാൻ വേണ്ടിയാണെന്ന് പലരും എഞ്ചിനീയറിങ്ങിനും ഇതിനും പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കില്ലിനെ മുറിച്ച് കൂട്ടാൻ ഒതുങ്ങുന്ന ഒന്നായിരിക്കണം. അല്ലാതെ വെറുതെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ, ജോലി കിട്ടാൻ വേണ്ടി ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതും നമ്മുടെ സ്കില്ലുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ അത് കൊല്ലുകയേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ കഴിവുകൾ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയായാലും ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങെങ്ങും കരിയറിൽ നമ്മൾ എത്താതെ പോകും. ഇപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതാണ്, എൻ്റെ സ്കില്ല് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടും അത് എടുക്കാതെ ഞാൻ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഹൈ സാലറി ജോബുള്ള ഒരു സർട്ടിഫിക്കേഷൻ നോക്കിപ്പോയി. ഇന്ന് സോഷ്യോളജി എന്ന് പറയുന്നത് തള്ളിക്കളഞ്ഞൊരു സബ്ജക്റ്റാണ്. പക്ഷേ പലരും ഈ സോഷ്യോളജി എന്ന സബ്ജക്റ്റ് എടുത്തുകൊണ്ട് ഹയർ പൊസിഷനിൽ നല്ല സാലറിയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. ഇനി 3 എന്ന് പറയുന്ന കാര്യം, പഠിപ്പ് എന്ന് പറയുന്നത് കിട്ടുക എന്ന് മാത്രമാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നല്ല ജോലി കിട്ടണം, സാലറി കിട്ടണം, നല്ല സ്റ്റാറ്റസ് കിട്ടണം സൊസൈറ്റിയിൽ, കൊടുത്താലും ഇത് സാധിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ
വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അതായത് അതിൻ്റെ വളർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ആൾക്ക് വലിയ വലിയ സർട്ടിഫിക്കേഷനൊന്നുമില്ല. അയാളുടെ സ്കിൽ, അയാളുടെ കഴിവ് അയാൾ തിരിച്ചറിഞ്ഞുകൊണ്ട് സമൂഹത്തിന് ജോബ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ സ്കില്ല് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ എടുത്ത ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരുടെ കോൺട്രിബ്യൂഷൻ സമൂഹത്തിനെന്ന് പറഞ്ഞാൽ വളരെയധികമാണ്. അതിപ്പോൾ കോമൺ ആയിട്ട് കാണാൻ വരുന്ന എഞ്ചിനീയേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും അവരെ സമൂഹത്തിന് വേണം, നന്നായിട്ട് സ്കിൽഡ് ഉള്ള വ്യക്തികളെ. അപ്പോൾ നമ്മളായാലും ഇപ്പം എൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ വെച്ച് പേഴ്സണൽ മാനേജ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ജോബ് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഈ സർട്ടിഫിക്കേഷൻ കൊണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അത് വെറും പേപ്പറാണ് എനിക്ക്. ഞാൻ ഈ പേപ്പറുകൾ കൊണ്ട് പിന്നെയും ജോലി തെണ്ടി നടക്കണം. അല്ലാതെ എൻ്റെ രണ്ട് കാലും നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കേഷൻ നമുക്ക് സ്വന്തമായി കാലിൽ നിൽക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന്, സൊസൈറ്റിക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് ആ പഠിപ്പ് കൊണ്ട് ഉദ്ദേശം? അപ്പോൾ സ്വന്തം സ്കിൽസ് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പറ്റുന്ന, അതായത് സ്വന്തം സ്കിൽസിനെ മൂർച്ച കൂട്ടാൻ ഒതുക്കുന്ന സർട്ടിഫിക്കേഷൻ എടുത്ത് അതുമേ ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടും, ഈ സമൂഹവും രക്ഷപ്പെടും. അപ്പോൾ വീണ്ടും കാണാം.